ഇന്നിപ്പോൾ ജോഗിങ് തന്നെയായിരുന്നു. ഒരു ബ്രിസ്ക് വാക്ക് നടന്ന് എല്ലാ ദിവസവും നടക്കാൻ പറ്റാറില്ല. പക്ഷെ നടന്നു ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ഇങ്ങനെ ഒരു ശീലം ആയിട്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് ശീലമാക്കണം എന്നുള്ളത് നമ്മൾ ഈ വളർന്നപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി പൊതുപ്രവർത്തകരുടെ ജീവിതം അല്ലാതെ തന്നെ ഉണ്ടാകുന്ന എക്സ്ക്യൂസിൽ ഇതുവരെ അങ്ങനെ ചെയ്തിരുന്നില്ല. ഞാൻ എക്സ്ക്യൂസ് കളയാൻ സമയമായി കഴിഞ്ഞാൽ അങ്ങനെ കൂടി ശ്രദ്ധിക്കണമെന്ന് ഡോക്ടറെ രീതിയിലല്ല ബോധമുണ്ട്. എല്ലാവരും നോക്കുന്ന ഒരു ദിവസമാണെന്ന് ചേലക്കരയിലെ ഇലക്ഷനാണ്. പ്രദീപിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? അതുപോലെ ആര് ജയിക്കുന്ന ശരിക്കും തോന്നണേ? ചേലക്കരയിൽ ഞാൻ തിരുവല്ലാമല പഞ്ചായത്തിൽ ജനിച്ചു വളർന്നവരാണ്. എൻ്റെ അമ്മയുടെ അവിടെയാണ്. ചേലക്കരയുടെ ഭാഗമാണ് തിരുവല്ലാമല. എൻ്റെ അമ്മ ഇപ്പോഴും അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ചേലക്കര എന്താണെന്ന്. എൻ്റെ മുത്തശ്ശൻ്റെ തറവാടുള്ളത് ഈ പറയുന്ന ചേലക്കരയിലും. ആ മണ്ണിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. അതോടൊപ്പം നിൽക്കുന്നവരെയാണ് അവർ എപ്പോഴും ജയിപ്പിക്കുക. 3 പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന് അവിടെ വളരെ ശക്തമായ ജനകീയ അടിത്തറയുണ്ട്. അത് മുൻ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ വഴി ഉണ്ടായതും ഒരിക്കൽ മത്സരിച്ച് നിലനിർത്തിയതും ഇതിൻ്റെ വിജയം ജനങ്ങൾ അംഗീകരിച്ച് അങ്ങോട്ട് ഏൽപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും നാളെ വേറൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചല്ലോ, പിന്നെ ഇപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് വന്നു. ഇപ്പം എന്താണ് തോന്നുന്നത്? ഇപ്പം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇടപെടാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പൊതുവിൽ എന്താ ഫീൽ? ഒരു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് വളരെ കാഷ്വലായി നടന്നു കയറിയവനല്ല. ഒരു രാത്രിയിലുണ്ടായ മാനസികമായിട്ടുള്ള പരിവർത്തനം വിളിക്കാനും പറ്റില്ല. നമ്മുടേതായിട്ടുള്ള ശരി എന്താണെന്ന് നമ്മളെല്ലായ്പ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കും. അത് നടപ്പിലാക്കാൻ പറ്റുന്ന വഴികളാണ് നമ്മൾ ചൂസ് ചെയ്യും. ഓണമല കോട്ടയെന്നല്ലോ പറയാം. ചോയ്സ് മേക്കിംഗ് നടക്കണം. ചോയ്സ് മേക്കിംഗ് നടക്കുമ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉദ്യോഗ തലത്തിൽ നിന്ന് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. രാജിവെച്ചത് വെറുതെ ഇരിക്കാനായിട്ടല്ല, വേറെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനല്ല, ജനങ്ങളുടെ ഇടയിൽ നിൽക്കണമെന്ന ബോധത്തിൻ്റെ പേരിലാണ്. അന്ന് തിരഞ്ഞെടുത്ത ഒരു പ്രസ്ഥാനം 8 കൊല്ലം നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായ ഒരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് അപകടകരമായ രീതിയിലേക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ വ്യക്തമായിട്ട് ഒന്നും നടക്കാത്തൊരു സാഹചര്യത്തിൽ അത് തന്നെയാണ് ശരിയെന്ന് പിന്നീട് വന്ന കത്തുകളിൽ നിന്നും പിന്നെ വന്ന വ്യാഖ്യാനങ്ങളിൽ നിന്നും എല്ലാവർക്കും മനസ്സിലായി. തോൽക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു എന്നോ ആ പഴുതിലൂടെ BJPക്ക് ജയിച്ചു കയറാനുള്ള അവസരം ഒരുക്കുന്നു എന്നോ ഒക്കെ വിലയിരുത്തപ്പെടുന്ന ഒരു ഇലക്ഷനിൽ അങ്ങനെ തോറ്റു കൊടുക്കേണ്ടതല്ലല്ലോ ജനാധിപത്യം. നമസ്കാരം 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 നമസ്കാരമുണ്ട് നമസ്കാരമുണ്ട്. നമുക്ക് എവിടെ എവിടെയെങ്കിലും നിൽക്കണോ? അതോ അവിടെ ഇരിക്കാം? ഞാൻ ഇവിടെ ഇരുന്നാൽ മതിയോ? പിന്നെ സിവിൽ സർവീസ്, രാഷ്ട്രീയം, ഇങ്ങനെ ഓരോന്നിൽ നിന്ന് വേറെ പെട്ടെന്ന് മാറുന്നുണ്ടല്ലോ. എടുത്ത് ഏതെങ്കിലും തീരുമാനത്തിൽ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വെച്ചാൽ ഞാനിങ്ങനെ ഇരിക്കുമോ? ഇത്രയും സന്തോഷവാനായിട്ട് ഒരു മനുഷ്യന് റിഗ്രറ്റ് തോന്നി തുടങ്ങിയാൽ അത് അയാളുടെ ബോഡിയിൽ, ആക്ടിവിറ്റീസിൽ, ഈവൺ അയാളുടെ ഫിസിക്കൽ എക്സ്പ്രഷൻസിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. എനിക്ക് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞൊരു 3-4 ആഴ്ചയിൽ ഈ പറയുന്ന മാറ്റത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കാം. നമ്മൾ ആസ്വദിച്ചാണ് എന്തും ചെയ്യുന്നത്. ആ ആസ്വാദനം കൃത്യമായി മനസ്സാക്ഷിക്ക് നിരക്കുന്നതാണ് എന്ന ബോധ്യം വരാതെ ഞാൻ ഒരു തീരുമാനം ജീവിതത്തിൽ എടുത്തിട്ടില്ല. തീരുമാനം പെട്ടെന്ന് എടുത്തു എന്ന് മസാല ദോശയ്ക്ക് ഉണ്ടതിൻ്റെ കൂടെ തീരുമാനം പെട്ടെന്ന് എടുത്തു. ഇവരോ അവരോ ഈ പറയുമ്പോൾ ഈ വിശപ്പിന്റെ അസുഖം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും രാവിലെ തന്നെ സിവിൽ സർവീസിനെ കുറിച്ചാണോ അല്ല മണ്ഡലത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചാണോ? അവരിപ്പോൾ ചോദിച്ചത് പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. മണ്ഡലത്തിന്റെ ലക്ഷ്യങ്ങളെ പറ്റി ചോദിക്കാൻ 3 നിയമസഭാ സാമാജികർ അവിടെ ഉണ്ടല്ലോ. സ്വന്തം മണ്ഡലം പൊന്നുപോലെ നോക്കുന്നവരാണ് ഇടതുപക്ഷത്തിന്റെ. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഒരു മണ്ഡലത്തിന്റെ ഏതെല്ലാം ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് എയിം ചെയ്തിട്ടാണ് സ്ഥാനാർത്ഥി ഉണ്ടാവുക. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവിടേക്ക് എത്തിയിട്ടില്ല അവര് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
സൗമ്യ നാളെ ഉച്ചയ്ക്ക് ശേഷം ലീവിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കാണെങ്കിൽ എക്സാംസ് ഇന്നലെ മിനിഞ്ഞാന്ന് തുടങ്ങി. അപ്പോൾ സൗമ്യ എൻ്റെ അടുത്ത് 14-ാം തീയതി എന്ന് പറഞ്ഞിരുന്നു. 14-ാം തീയതി ഇന്നാണ്, അല്ല നാളെയാണ്. അപ്പോൾ നാളെ എത്തും. അപ്പോൾ ഇന്നലെ കൂടി ഞാനത് കൺഫേം ചെയ്തിരുന്നു. പിന്നെ വോട്ട് ചെയ്തിട്ട് റിസൾട്ടിന് മുന്നേ പോകേണ്ടി വരും. 5 ദിവസത്തെ ലീവേ ഉള്ളൂ. അപ്പോൾ 20-ാം തീയതി വോട്ട് ചെയ്ത ഉടനെ സൗമ്യ ഇവിടുത്തെ വോട്ടറും കൂടിയാണ് കേട്ടോ. പാലക്കാട്ടത്തെ വോട്ടറും കൂടിയാണ് സൗമ്യ. കഴിഞ്ഞ വെറൈറ്റി ആണല്ലോ. ഭക്ഷണത്തിൽ അങ്ങനെ താല്പര്യങ്ങൾ വലുതായിട്ടൊന്നുമില്ല. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കിട്ടാറില്ല, അവിടെ എത്താറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാലും ഈ പറയുന്ന പോലെ നല്ല സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ താല്പര്യമുള്ള കാര്യം. അപ്പോൾ അവിടുത്തെ ഭക്ഷണം തന്നെ നല്ലതായിരിക്കുമല്ലോ. എന്ത് കഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല. ആണോ? പറഞ്ഞു പഠിപ്പിക്കുകയാണോ? ഇയാളുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. വിക്ടോറിയയിൽ കേട്ടിട്ടുണ്ട്, വേറെ പല പരിപാടികളിലും കേട്ടിട്ടുണ്ട്. പിന്നല്ലാണ്ട് ആവോല്ലോ. പിന്നെന്താ അയ്യോ, ഞാൻ കൂടിയ ഈ ശബ്ദം കൂടി വെച്ച് കൂടിയാൽ, അല്ലെങ്കിൽ നല്ല പാട്ട് തരണം കേട്ടോ. ഭയങ്കര നന്നായി പാടും. ആയിക്കോട്ടെ. ഈ പാട്ടൊക്കെ നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോവാം. പാട്ടൊക്കെ ഈ പഴയ കാലത്തെ മഴ, അതാ ഞാൻ പറയാൻ വന്നു. മഴയത്തെ പാട്ടാണ്. അന്ന് 2 പാട്ട്, മഴയും കാറ്റും ഒരുമിച്ചിറങ്ങിയ കാലം. മധുരനൊമ്പരക്കാറ്റും മഴയും ഒരേ സമയത്ത് റിലീസായ, ഒരേ മൂഡിലുള്ള, സംയുക്തയും ഒരേ മൂഡിലുള്ള 2 സിനിമകളായിരുന്നു. വർത്തമാനം മാത്രമല്ല, പാട്ടും ഭക്ഷണവും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? മണ്ഡലത്തിലേക്ക് ഇപ്പൊ പോണ്ട, ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി. നമ്മളെ ജയത്തോടൊപ്പം ചേർന്ന് നിന്നിട്ട് പിന്നെന്താ, നമുക്ക് ഒരുമിച്ചുണ്ടാവും. നമ്മൾ വന്നിട്ടുണ്ട്, നമ്മൾ കഴിക്കാം. ശരി, അപ്പൊ ഞാൻ കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഗംഭീരമായിട്ട് നിങ്ങളെ സംസാരം നടക്കട്ടെ, ചർച്ചകൾ നടക്കട്ടെ. ഓക്കെ, ശരി. തുടർന്ന് ചർച്ച നടത്താനുള്ളതാണ്. സ്ഥാനാർത്ഥിക്ക് പര്യടനമുള്ളതാണ്. ഇല്ല, സമയമുണ്ട്. 20 മിനിറ്റ് എല്ലായിട്ടും ചർച്ച ചെയ്യാലോ, പുതിയ ഐഡിയാസ് പറയാലോ. ഓക്കെ, ശരി. ശരി. അപ്പോ നിയമസഭയിലേക്കുള്ള എൻട്രി കൂടി ആവണേ എംഎൽഎമാരുടെ കൂട്ടത്തിലേക്ക്. അടുത്ത വർഷം അവിടുത്തെ നിയമസഭ ക്യാൻറ്റീനിൽ നിന്നും കോഫി ഹൗസിൽ ജനങ്ങളത് അനുവദിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, തീർച്ചയായിട്ടും. ശരി. കാരണം അവിടെ വിചാരിച്ചിട്ട് ഞാനതിങ്ങനെ കയ്യിലെടുത്തോണ്ടിരിക്കുന്നു. ഡോക്ടർ സൗമ്യ സരിൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണോ? ഇവിടെ വോട്ടർ കൂടിയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള ഓളങ്ങളിലേക്ക് ആളെ കാണുന്നില്ലല്ലേ? രാഷ്ട്രീയത്തോട് താല്പര്യമില്ലായിട്ടാണോ? അങ്ങനെയൊന്നുമില്ല. വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അനിമൽ തന്നെയാണ് സൗമ്യ. സൗമ്യയുടെ ടോക്ക് ഷോകളൊക്കെ ശ്രദ്ധിച്ചാൽ കൃത്യമായി വിമർശനമൊക്കെ പറയുന്ന കൂട്ടത്തിലും കൂടിയാണ്.
അത് അറിയോ? പരിചയമുണ്ട്. പിന്നെ 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 ഞാനതാ സുന്ദരേട്ടനല്ലേന്ന് ചോദിക്കാൻ വരുമായിരുന്നു. രാജുവാണ്. മനസ്സിലായി. സുന്ദരൻ അവര് നമ്മുടെ ഒരു ഓഫീസിൽ ഉദ്ഘാടനം ഉണ്ടെന്ന്. ഇവിടെയാണോ? കടമ്പിപ്പുറം. ഓ അവിടെയാണ്. അപ്പൊ കൂട്ടിക്കൊണ്ടുപോകാൻ ശരി പെട്ടെന്ന് വിട്ടേക്കണം. 8 മണിക്കായിരുന്നു സമയം. അയ്യോ അപ്പം എന്നാ വേഗം വിട്ടോളൂ. പോയിട്ട് വന്നാ. സൗമ്യ വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്ന അഗ്നി ബാബാ ഇരി വെള്ളിയാണല്ലോ. അഗ്നി നിങ്ങളുടെ ചെയർമാനും കൂടിയല്ലേ? ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ സൗമ്യയുടെ രാഷ്ട്രീയ ബോധം വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ സൗമ്യ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതൊരു കക്ഷി രാഷ്ട്രീയത്തിലേക്ക് സൗമ്യ ഇതുവരെ ചുരുക്കിയിട്ടില്ല. എല്ലാ കാര്യത്തിലും നിലപാടുണ്ട്, അഭിപ്രായമുണ്ട്. ഭർത്താവ് മത്സരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വലിയ താല്പര്യമുണ്ട്. ആൾ കോളായിട്ടും വോയിസ് ആയിട്ടും ഒക്കെ അവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നാളെ അയാൾ പറന്നിറങ്ങുകയും ചെയ്യും. അവസാനത്തെ 5-6 ദിവസം ലീവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനത്തെ 6 ദിവസം കൂടെയുണ്ട്. ആളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ പൊതുപ്രവർത്തനത്തിലെ ശരിക്കും പറഞ്ഞാലുള്ള ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ച് വരുമാന മാർഗ്ഗങ്ങളെ പറ്റി ഞാൻ ബോധർ ചെയ്യാറില്ല. എനിക്ക് 1-2 സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത്. ഞാനതൊന്ന് വിഡ്രോ ചെയ്തു. സിവിൽ സർവീസ് ആസ്പിരൻസിനെ മെൻറ്റർ ചെയ്യാൻ IAS ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ റീബ്രാൻഡ് ചെയ്ത് വേറെ പേരിലൊക്കെയാണ്. അപ്പോൾ സ്ഥിര വരുമാനത്തെപ്പറ്റി ഞാൻ ബോധേഡല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. അതൊരു ബിസിനസ്സായിട്ടോ മറ്റെന്തെങ്കിലും കാര്യമായിട്ടോ ഒരു രാഷ്ട്രീയക്കാരന് വേണം എന്നുള്ള അഭിപ്രായമൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ നമുക്കതിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് സർക്കാരിൻ്റെ 4451 രൂപ പെൻഷനുണ്ട്. അത് മരണം വരെയും അതേ പെൻഷൻ തുകയായിരിക്കും. അത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൽ NPS എന്ന് പറയുന്നതിൽ ഒരിക്കൽ ഫിക്സ് ചെയ്താൽ പിന്നെ DA വന്ന് അത് ഇൻക്രിമെൻ്റ് വന്ന് അങ്ങനെയൊന്നും വരില്ല. അതായത് 2050-ലോ 60-ലോ ഞാൻ പറ്റുന്ന പെൻഷനും 4451 രൂപയായിരിക്കും. അമ്മ പഴമ്പാലക്കോട് സ്കൂളിലെ HM ആയിരുന്നു. LP സ്കൂളിലായിരുന്നു അമ്മ. പാലക്കാട് ജില്ലയുടെ മറ്റൊരു അറ്റാണ്. അമ്മ റിട്ടയർ ആയിട്ട് 6 വർഷമായി. ഒരു പുരിയെന്ന് കൊടുത്താൽ പോരെ? ഇന്നലെ ശശി തരൂർ സാറെ പറ്റി മിടുക്കനായ ചെറുപ്പക്കാരെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പാർട്ടി മാറി വന്നാലും അവർക്കൊരു ഇപ്പോഴും സാറിനോട് അനുഭവം ഉണ്ടല്ലേ? അങ്ങനെയല്ല, ഈ മാറി വരിക എന്നൊക്കെ അഗ്നി പറയുമ്പോഴേ അതൊരു സുഖമില്ല. നമ്മൾ മിടുക്ക് അവസാനിക്കുന്നില്ലല്ലോ. മിടുക്ക് അവിടെ മാത്രമല്ല, ആ മിടുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആട്രിബ്യൂട്ടാണ്. നമുക്കത് കൊണ്ട് നടക്കാനുള്ള കഴിവുണ്ടാവണം, ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തരൂരിനെ പോലെയുള്ള ഒരു ആളതൊക്കെ പറഞ്ഞു. അതും ഈ ഇലക്ഷൻ്റെ ഇടയിൽ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ജനങ്ങൾ വിലയിരുത്തുന്നത് വലിയ അർത്ഥത്തിൽ കൂടിയാണ്. മിടുക്കനായ ഒരാളെ ജയിപ്പിക്കണമെങ്കിൽ ഇത് ഇയാളെ ജയിപ്പിച്ചോളൂ എന്നാണ് പറയുന്നതെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമല്ലേ? ഇയാൾ മെഡിക്കൽ കോളേജിലല്ലേ? എവിടെയാണ് ശരിക്കും? കോഴിക്കോട്. ആ, ഇവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ എങ്ങനെ പോണു? നിങ്ങൾ ഹാപ്പിയാണോ മൊത്തം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെ? നമ്മളത് വളരെ കൃത്യമായിട്ട് ചെയ്യാനുള്ള ഇത്രയും ചെയ്തത് ഇടതുപക്ഷ സർക്കാർ ഒറ്റ നിശ്ചയദാർഢ്യത്തിൻ്റെ പുറത്താണ്. വെറുതെ അങ്ങ് തുടങ്ങാനുള്ളൊരു പ്രഖ്യാപനം നടത്തി അങ്ങ് പോവുകയല്ലാതെ UDFൻ്റെ MLA അന്നത്തെയും തൊട്ട് മുന്നത്തെയും വരെയുള്ള MLAക്ക് അതിനോടൊരു ആത്മാർത്ഥത ഫീൽ ചെയ്തതായിട്ട് അവിടെ പഠിച്ചിറങ്ങിയവരോ അധ്യാപകരായിട്ടുള്ളവരോ നാട്ടുകാരോ പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ. ഉണ്ടായിരുന്നു എങ്കിൽ ഇതിനേക്കാളൊക്കെ ചെയ്യാൻ അവിടെ. കാരണം ഇത് വാങ്ങിച്ചെടുക്കണമല്ലോ, പിന്നാലെ നടക്കണം ചില കാര്യങ്ങൾ. റെഡ് ടേപ്പിസം അറിയാലോ. കാരണം ഇത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ കീഴിലല്ല, ഡിപ്പാർട്ട്മെൻറ്റ് SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുത്ത് അതിൻ്റെ ഫോർമാലിറ്റീസിൻ്റെ പുറകിൽ നിൽക്കാൻ താല്പര്യം കൂടി വേണമല്ലോ. കോയമ്പത്തൂരിലേക്ക് സ്ഥിരം അതിർത്തി മുറിച്ച് കടന്ന് പോകുന്ന എത്ര ആംബുലൻസുകളുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് ഇവിടെ തന്നെ എല്ലാവരെയും ഇവിടെ തന്നെ പരിചരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക്
പെട്ടെന്നൊരു മാറ്റം അല്ലെങ്കിൽ പോലും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് മനസ്സിലാക്കി ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ മാറ്റി. നമസ്കാരമുണ്ട്. എവിടെയാ ഇനി ഇന്ന് അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ക്ഷീണയില്ല. അടുത്ത ബുധനാഴ്ച ഈ നേരത്ത് ക്യൂ നിൽക്കായിരിക്കും. അതാ ഞാൻ ആലോചിച്ച വാച്ചെടുത്ത് നോക്കിയിട്ട്. എന്തായാലും ആ എനർജിയെ സമ്മതിച്ചിരിക്കട്ടെ. എന്താ ഒരു ഊർജം. ഞങ്ങളൊക്കെ പിന്നാലെ ഓടിയിട്ട് എത്തില്ല, ഓടി പോവല്ലേ, അത് കാണാൻ കിട്ടില്ല. ഒരാളിൽ നിന്ന് അടുത്ത സ്പീഡിലാണ് ഓടുന്നത്. ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്കുള്ള ദൂരം നമ്മൾ ഓടി തന്നെ തീർക്കണം. കാരണം അത് നമ്മൾ ഓടേണ്ട ദൂരമാണ്. മറ്റേത് അവരോട് എൻഗേജ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ 2 മിനിറ്റും. ചേലക്കരയ്ക്കൊന്നും പോയില്ല. ചേലക്കര ഞാൻ പിള്ളേരോട് പറയാറ്, തിരുവില്ലാമല എൻ്റെ സ്വന്തം സ്ഥലമാണ്. പ്രദീപ് എൻ്റെ സ്വന്തം ആളുമാണ്. ഇപ്പോൾ ഞാൻ പ്രദീപിനെ വിളിച്ചിരുന്നു. 2 വട്ടം തിരുവില്ലാമല പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോയിരുന്നു. പിന്നെ കൊട്ടിക്കലാശത്തിനൊക്കെ അവിടെ പോവാന്ന് പറഞ്ഞാൽ അത് ബോറൻ ഏർപ്പാടാണ്. ഇനി ബോറ ഏർപ്പാടാണ്. കാരണം അല്ല, അതൊന്നും സാരമില്ല. അത് ഓരോരുത്തരുടെ, കാരണം അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ട സ്പേസ് നമ്മൾ പോയിട്ട് ഒരിക്കലും അത് കളയരുത്. കാരണം പാലക്കാടിന്റെ ചർച്ച അപ്പോ പാലക്കാടിന്റെ ചർച്ച നമ്മൾ പാലക്കാടിലാണ് ഒതുക്കേണ്ടത്. ചേലക്കരയിൽ പോയി നമ്മൾ പാലക്കാട് ചർച്ച ചെയ്യണ്ടല്ലോ. ഗംഭീര. ഇന്ന് ഷെഡ്യൂള് മാത്തൂര. അപ്പൊ ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങാം. വലിയ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ശേഷം കണ്ണാടി ഉണ്ട്. ഇന്ന് കൽപ്പാത്തി പോണ്ടേ. ഇന്ന് 1-ാം തേരാണ്. അപ്പൊ എല്ലാവരും കാണുന്ന എല്ലാവരും കേൾക്കുന്ന എല്ലാവരും 1-ാം തേരിന് വരണം എന്നുള്ളതും കൂടി ഇതാ ക്യാമറകൾ നോക്കി നമ്മൾ പറയുകയാണ്. നാളെയും മറ്റന്നാളും തേരുണ്ട്. നാളെയും മറ്റന്നാളും അതിഗംഭീര പരിപാടികളുണ്ട്. എനിക്കിപ്പോ മൊത്തത്തിൽ നടക്കുമ്പോൾ മനസ്സിലായത് എവിടെ തിരിഞ്ഞു നോക്കിയാലും സരിൻ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ നമ്മൾ ഓടിയെത്തുന്നത് അങ്ങനെയാണ് കാണുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും സരിന്റെ ഒരു പ്രകടനമാണ് എല്ലായിടത്തും കാണുന്നത്. ഏറ്റവും കൂടുതൽ എന്താണെന്നറിയോ, ജനങ്ങൾ നമ്മളെ പറ്റി സംസാരിക്കുന്നു എന്നുള്ളതാണ്. കാണുന്ന കാഴ്ചകളിൽ ഒതുങ്ങാതെ സംസാരത്തിൽ നമുക്ക് ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് വളരെ പോസിറ്റീവായി തോന്നുന്നത്. ഈ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആവേശം ഉണ്ടല്ലോ. ഒരു ഡോക്ടറാണല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള ഒരു തോന്നല് എല്ലാവർക്കും ഉണ്ടോ തോന്നണോ? എല്ലാവരും ആ രൂപത്തിൽ സംസാരിക്കുന്നുണ്ട്. അതെ. സാധാരണക്കാരായ മനുഷ്യരല്ലേ നമ്മുടെ അധികം വോട്ടർമാരും. അവർ പച്ചയായ ജീവിതം ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രതീക്ഷ, ജയിച്ച MLA ആയാൽ അവരെ നോക്കാൻ ഒരാളുണ്ട് എന്നുള്ളതും കൂടിയാണ്. നമ്മളൊരു ഫീൽഡിലേക്കായിട്ട് നമ്മൾ ഒതുങ്ങില്ല ഒരിക്കലും. കാരണം ബാക്ക്ഗ്രൗണ്ട് അതാണെങ്കിലും നമ്മളെല്ലാവരുടെയും ആളാകാൻ തന്നെയാണല്ലോ പൊതുപ്രവർത്തകനാവുന്നത്. അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള ലേബൽ മതി. ഞാനത് ആ ലേബൽ അവിടെ ഉണ്ടാകുമ്പോഴും മറ്റു കാര്യങ്ങളിലും കൂടി, അപ്പോൾ ഞാൻ വിളിച്ചോളാം. മറ്റു കാര്യങ്ങളിലും കൂടി ഇടപെടാൻ ഊർജം നമ്മളിൽ ബാക്കിയുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാണ് അതവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതും ഇടപെടുന്നത്. അപ്പോൾ അവരോട് പറയണം, അവരുടെ വോട്ടും മറ്റുള്ളവരുടെ വോട്ടും അവർ പിടിച്ചേരുന്നത്. ഡോക്ടറൊക്കെ ആവാന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും നോക്കുന്ന സമയത്ത് വളരെയധികം അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടൊരു പോസ്റ്റാണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ സാധിക്കാണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ സർവീസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്നതാണല്ലോ. അതായത് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഞാനൊരു ഡോക്ടറായിട്ട് ആ രീതിയിൽ എനിക്ക് കഴിയാമായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ എനിക്ക് ഒരു സർവീസ് ചെയ്യാമായിരുന്നു? 90s കിഡാണ് ഞാൻ. എന്ന് വെച്ചാൽ 80കളിൽ ജനിച്ചവരെയാണ് 90s കിഡ്സ് വിളിക്കുന്നത്, അല്ലാതെ 90കളിൽ ജനിച്ചവരല്ല. ശരി, 90യിൽ ജനിച്ചാലും 90s കിഡ്സ് എന്ന് വിളിക്കാം. 91 വരെയൊക്കെ ജനിച്ചവരെ. കാരണം അവരുടെ 7, 8, 9 വയസ്സൊക്കെ 90s തന്നെ ജീവിച്ച് തീർത്തല്ലോ. യഥാർത്ഥ 90s കിഡാണ് ഞാൻ. 83ൽ ജനിച്ച ഒരാൾ. അപ്പോൾ 99ൽ SSLC കഴിഞ്ഞപ്പോൾ ഈ ലോകം ഇങ്ങനെയല്ല, ഈ സാധനം ഇല്ല എന്ന് പറഞ്ഞ ജീവിതം വേറെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കാനും നമ്മളെ മനസ്സിലാക്കിച്ച് തരാനുമുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ കരിയർ ചോയ്സ് എന്നുള്ള രീതിയിൽ ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ചു വരുന്ന ഒരു എബവ് ആവറേജായ ഒരു വിദ്യാർത്ഥിയുടെ മുന്നിലേക്ക് വരുന്ന 2 എണ്ണം എഞ്ചിനീയറും ഡോക്ടറുമാണ്. 25 കൊല്ലം മുമ്പത്തെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി. നിങ്ങൾ മാറ്റിയതാണ് കേട്ടോ. ഞങ്ങളുടെ തലമുറ മാറി തന്നതോ മാറ്റിയെടുക്കാൻ തയ്യാറായതോ അല്ല. നിങ്ങൾ പറഞ്ഞ് ഇത് മാത്രമല്ല എന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള 2 തലമുറ ഇപ്പോൾ വന്നു. കഴിഞ്ഞ 15 വർഷം ആ മാറ്റം ഉണ്ടെന്ന് നോക്കിക്കാണുന്ന ആളാണ് ഞാൻ. വളരെ പോസിറ്റീവായിട്ട്. താങ്ക് യു. ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, നമുക്ക് ഒരുമിച്ച് മാറ്റാം. ശരി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു താല്പര്യത്തിൽ ഡോക്ടറായ ആളാണ് ഞാനെന്ന് ഞാൻ ആദ്യമേ സമ്മതിക്കുകയാണ്. അതായത്
ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കണമെന്ന കുട്ടിക്കാല താല്പര്യം കൊണ്ട് അതിൽ തന്നെ തുടരണമെന്ന ആഗ്രഹത്തിലല്ല. പകരം എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലി എന്നുള്ള രീതിയിലും അതിലൂടെ ആളുകളിലേക്ക് സേവനം എന്നുള്ള രീതിയിലും ഉണ്ടാക്കിയെടുത്ത തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് എത്തിയപ്പോൾ കണ്ട ലോകം വളരെ വിശാലമായ ലോകം. കോഴിക്കോട് കാണിച്ചു തന്ന ലോകം ആശുപത്രികളിൽ മാത്രം ഒതുങ്ങരുത് എന്ന് ഒരു ബോധ്യം ഉണ്ടാക്കിയെടുത്തു. 200 പേരിൽ 199 പേരും ഇപ്പോൾ ഡോക്ടറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണിയാണ് എടുക്കുന്നത്. ഒരാൾ മാത്രമാണ് അല്ലാത്തതെന്നാണ് എൻ്റെ ഇതുവരെയുള്ള എൻ്റെ ബാച്ച്മേറ്റ്സുമായിട്ട് യെസ് മിനിമം ആ ഫീൽഡുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളാണ് അവരെല്ലാവരും ചെയ്യുന്നത്. ഞാനപ്പോൾ അതിന് പൂർണ്ണമായി മാറിയതുകൊണ്ട് സമൂഹത്തിന് നഷ്ടമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഏതെങ്കിലും നേട്ടം നമ്മളിലൂടെ നമ്മുടെ മാറ്റത്തിലൂടെ നമ്മുടെ കാഴ്ചപ്പാടിലൂടെയൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതെന്ന് എപ്പോഴും തോന്നിയിട്ടുമുണ്ട്. ഫോൺ എടുക്കട്ടെ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് യൂത്ത് വെറും ഫോണും മന്തിയിലും മാത്രം ഒതുങ്ങുകയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാൻ ആ അഭിപ്രായമല്ല പറഞ്ഞത്. ഇതില്ലാത്ത കാലം എന്നുള്ളതിൻ്റെ ഡിഫറൻഷിയേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിങ്ങളെ പറ്റി ഈ തലമുറയെ പറ്റി ഞാൻ എപ്പോഴും പോസിറ്റീവായി മാത്രം കാണുന്ന ആളാണ്. നിങ്ങളെ കുറ്റം പറയുന്നവർക്ക് ഈ കാലഘട്ടത്തിനെയും നിങ്ങളെയും മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. അത് അവരുടെ പരാജയമാണ്, നിങ്ങളുടെ പരാജയമല്ല എന്നാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത്. നിങ്ങളൊരു പക്ഷേ ഓരോ കാലത്തും ഉണ്ടായ തലമുറകളിൽ ആ കാലവും തലമുറയും തമ്മിലുള്ള ആ പൊരുത്തത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നവരാണ് നിങ്ങളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെ അന്നില്ലാത്തതിൻ്റെ പേരിലോ അന്നുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലോ ഒക്കെ വിമർശിക്കുന്നവരടുത്ത് നല്ല നമസ്കാരം മാത്രം നൽകുക. കാരണം അവർക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല. ഈ കാലത്തിൽ ഈ കുട്ടികൾ ചെയ്യുന്ന ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ ഏറ്റെടുക്കുന്ന പലതിനെയും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആൺപെൺ സൗഹൃദങ്ങളെ വിലയിരുത്താൻ പോലും പരാജയപ്പെട്ടു പോകുന്നവരിപ്പോഴും ഉണ്ട്. നമ്മുടെ കാഴ്ചയുടെ പരിമിതിയും കൂടിയാണ്. അതിനെല്ലാവർക്കും വേണ്ടി ഞാൻ ക്ഷമ കൂടി ചോദിക്കുകയാണ് നിങ്ങളോട്. മസാല ദോശയും കൂടി കഴിക്കും. ഇനി ഒരു സ്ഥലം കൂടി പോകണ്ട, അവിടുന്ന് അടുത്ത മസാല ദോശ. MBBS സിവിൽ സർവീസ് ഒക്കെ ഭയങ്കര ഇന്റലക്ച്വലായിട്ട് ഭയങ്കര പഠിപ്പി ആ ഒരു സാധനമാണോ? അല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഞാൻ പറയാം? നമ്മളെപ്പോലെ സാധാരണ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിംഗ് ഒക്കെ സാധാരണ ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ ഒരാൾ ഒരു വഴി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിറങ്ങിയാൽ അതിനുവേണ്ടി മെനക്കെട്ടിരുന്നാൽ അതൊക്കെ സാധ്യമാക്കിയെടുക്കാം. അല്ലാതെ അതിന് മാത്രമായി വാർത്തെടുക്കപ്പെട്ടവർ എന്ന് പറയുന്ന ഒരു കൂട്ടരില്ല. നമ്മളൊക്കെ ആ മോൾഡിലുള്ളവർ തന്നെയാണ്. പക്ഷെ ആ മോൾഡാണ് എൻ്റെ മോൾഡെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പുറകിൽ നിൽക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത് എനിക്കാവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ആകാമെന്നാണ്. കാരണം സാധാരണത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വേറൊന്നും എനിക്ക് ഒരു എന്താ പറയുക ഇതിനൊക്കെ മാത്രം എന്താ പറയുക ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉള്ളതിനെ ഇതിനൊക്കെ വേണ്ടി മാറ്റിയെടുക്കുക, ഒരുക്കിയെടുക്കുക. ഇതാണല്ലോ നമ്മൾ എവർ പ്രിപ്പയർഡ് എന്നുള്ളൊരു മോട്ടോ വേണമെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും തയ്യാർ എന്നുള്ളൊരു മോട്ടോ വേണമെങ്കിൽ ജീവിതത്തിൽ കൈമുതലൊക്കെ എവർ പ്രിപ്പയർഡ്. അത് രാത്രി ഉറക്കം വരെ കുറവായിപ്പോൾ. ഡോക്ടറെ കുറിച്ചുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഭാര്യയുടെ അക്കൗണ്ടിൽ സെൻഡ് കമന്റ് ഒരുപാട് പേരുണ്ടല്ലോ. അവര് എങ്ങനെയാ അവര് സൗമ്യതിനെ കൈകാര്യം ചെയ്യുന്നില്ലേ? അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫീൽ കിട്ടിയ സംഭവമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു സൗമ്യ ഇവിടെ നേരത്തെ വന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബാക്കിയുള്ളവരൊക്കെ. ഞാൻ തന്നെ സൗമ്യയോട് പറഞ്ഞു അവസാനത്തെ 5 ദിവസം മതി അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇറങ്ങിക്കൂടെ അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ബെറ്റർ ഹാഫ് എന്ന് നമ്മൾ പറയും. അത് ഭാര്യനെ ഭർത്താവ് വിളിക്കുന്ന പ്രയോഗം മാത്രമല്ല, ഒരു ഭാര്യ ഭർത്താവിനെ പരിചയപ്പെടുത്തുമ്പോഴും പറയേണ്ട വാക്കാണ്, ഫ്രേസാണെന്നാണ് ഞാൻ. ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത് പലപ്പോഴും ഭർത്താവും അതായത് ആണുങ്ങൾ പെണ്ണുങ്ങളെ പറ്റി പറയുന്ന പ്രയോഗമാണ്. അങ്ങനെയല്ലേ? അതിനെ തിരിച്ചു പിടിക്കണം. ഇതെൻ്റെ ബെറ്റർ ഹാഫാണ്. ഇനി വേഴ്സ് ഹാഫ് ആണെങ്കിൽ അങ്ങനെയും പറയണം, ഇതെൻ്റെ വേഴ്സ് ഹാഫാണ്, അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ പറയില്ലേ അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയിൽ ജീവിക്കേണ്ടവരാണ് എല്ലാ തലമുറയിലുമുള്ള സ്ത്രീയും പുരുഷനും. അവരുടേതായ വ്യക്തിത്വത്തെ അതിനെ പിന്നെ ഒരു ഫാമിലിയുടെ ഒരു 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 പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നടത്തുന്ന കോംപ്രമൈസുകൾ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നടത്തേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്തിൽ തന്നെയാണ്
ഇനിയുള്ള തലമുറകൾ ജീവിച്ചു വരേണ്ട. കഴിഞ്ഞ തലമുറകളിൽ എല്ലാവർക്കും അതൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വലിയ മാറ്റം വരുന്നുണ്ട്. സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവണം. ഇത് രണ്ടുമാണ് കൈമോശം വരാൻ പാടില്ലാത്ത 2 ഗുണങ്ങൾ. അവനവനോടൊരു മതിപ്പ് തോന്നണം നമുക്ക്. സെൽഫ് എസ്റ്റീം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ്, സ്വയം ബഹുമാനം തോന്നണം. പിന്നെ പരസ്പര ബഹുമാനം വേണം. അതൊരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ക്ലാസ്മേറ്റ്സ് എന്നുള്ള രീതിയിൽ, കൊളീഗ്സ് എന്നുള്ള രീതിയിൽ, ഒരു സ്ട്രേഞ്ചറോട് പോലും ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് പറയാൻ കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ അതില് ആ ഒരു ഷെയ്ക്കിന് വരാത്തൊരു വിഷയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവർക്ക് തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ്, അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് കൊടുക്കാൻ പറ്റും. ഞാനതിനെ അങ്ങനെയൊന്നും, അതായത് പേടിയാണ് ബേസിക്കലി. പേടി കൊണ്ടാണ് ഇങ്ങനെ ആളുകൾ വിഡ്രോൺ ആവുന്നത്. ലൈഫിൽ നമ്മൾ വിഡ്രോൺ ആവുക എപ്പോഴും പേടിക്കുമ്പോഴല്ലേ, എന്നിട്ട് പിന്നെ ന്യായീകരണം പറയലല്ലേ. അതുകൊണ്ട് പേടി കുടുങ്ങിയവരോട് നമ്മൾ എന്താ പറയുക? അവർ പേടിച്ചുകൊണ്ടിരിക്കട്ടെ. 23-ാം തീയതി അവരുടെ പേടി മാറും, അവർക്ക് അവരുടേതായ കാര്യങ്ങളിലേക്ക് പിന്നെ തിരിച്ചു പോകാം. അപ്പം എന്നാലേ ഇനി വർത്തമാനം പറഞ്ഞിരിക്കുന്നില്ല, ഇനിയും കോഫി കുടിക്കാനും ഇത് തീർക്കണം. മസാല ദോശയൊക്കെ കഴിക്കാൻ ഞങ്ങളുടെ കൂടെ ഇനി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ തന്നെ കാണും. അപ്പോൾ ശരി, ബൈ ബൈ ബൈ. പോട്ടെ, ക്യാമ്പയിൻ ഉണ്ട്.